കളിക്കാൻ പോവാണ്. ഇന്ന് ഇച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഇച്ചു കുളിക്കാനൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. എന്നിട്ട് വരും. ഇവിടെ രണ്ട് കുരുന്നുകൾ നിൽക്കുന്നുണ്ട്. ഇവിടെ നല്ല റോസാപ്പൂ ഒക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ടേ. നല്ല വെള്ള. ഇതിൻ്റെ പേരാണ് ഹൈഡ്രാഞ്ചി. ഇതൊക്കെ ഇവിടെ ആദ്യമായിട്ടുണ്ടാവുകയാണ് ഈ ഒരു ചെടിയിൽ. അപ്പോൾ ഗൈസ്, ഇതിനകത്ത് ഒരു വരാലുണ്ടായിരുന്നു, അത് ചാടിപ്പോയി. ഇപ്പൊ രണ്ട് സിലോപ്പി മാത്രമേ ഉള്ളൂ. അവിടെ കുഞ്ഞു കെപ്പികളൊക്കെ കിടപ്പുണ്ട്. അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊരു വീടും കൂടി ഉണ്ട്. ഇതെല്ലാവരുടെയും വീടിന്റെ കാണുന്നത് മരം പോലെ വലിയതായിട്ട് പന്തലിച്ച് നിൽക്കുന്ന ഒരു പൂവാണ്. ഇതിന്റെ പേര് സെബോണിയ അങ്ങനെ ഉണ്ടാകും കേട്ടോ. ലാവണ്ടർ പോലത്തെ അപ്പൊ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ ഇച്ചുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഇച്ചു ഇപ്പൊ കുളിച്ചൊരുങ്ങി വരും. അപ്പൊ ഇച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇച്ചുവിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞേ. ഇച്ചുവിൻ്റെ ബർത്ത്ഡേയുടെ മുട്ടായി ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു എക്ലെയർ ആണ്, സ്ട്രോബെറി കളറ്. അപ്പൊ നമ്മള് വെളിയിൽ നിന്നൊക്കെ കയറി വന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ റൂം. ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുക. എത്ര വൃത്തിയാക്കിയാലും പിന്നെ അങ്ങനെയാണ്. അപ്പൊ എന്നാൽ നമുക്ക് വൃത്തിയാക്കുന്ന വീഡിയോ കാണാം. നമ്മള് ബെഡിന്റെ എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ടേബിളിലേക്ക് പോവാം. സ്റ്റഡി ടേബിള്. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ടെഡിബിയറിന്റെ കട്ടിലായിട്ട് ടേബിൾ. അപ്പം ഞാനൊരു സാധനം കൂടി കാണിച്ചു തരാവേ. ഇതെനിക്കൊരു കിൻഡർ ജോയ് പോലത്തേതിൽ നിന്ന് കിട്ടിയ ഒരു ലൈറ്റാണ്. അപ്പൊ ഇതെനിക്കൊരു കിൻഡർ ജോയ് കിട്ടിയൊരു ലൈറ്റാണേ. ഇത് ഞാൻ എപ്പോഴും ഓഫാക്കിയാ വെക്കുന്നേ. ചുമ്മാ ലൈറ്റ് ഓണാക്കി വെക്കും. ഇത് ഒരു വിസിലും കൂടിയാ. ഒരു ലൈറ്റ് പിന്നെ ഒരു വിസിലും കൂടിയാണ്. വെച്ച് ഉണ്ടാക്കിയേക്കുന്ന പൂക്കളാണ്. കുറേ സാധനങ്ങളുണ്ട്. എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫിയാ. ഇവിടെ എനിക്ക് കിട്ടിയ 2 മെഡലുണ്ട്. ഈ ഒരു മെഡല് മാമാക്ക് ലക്ഷ്യന്ന് കിട്ടിയതാ. ഞങ്ങള് റിബണും കൊണ്ടുണ്ടാക്കിയ റോസാപ്പൂക്കളാണ്. ഞങ്ങള് പൈപ്പ് ക്ലീനർ വെച്ച് ഉണ്ടാക്കിയ പൂക്കളാണ്. ഒരു സ്റ്റാൻഡാണ് എല്ലാം വെക്കാനായിട്ട് ഉപ്പച്ചി അപ്പൊ നമുക്ക് ഇതേപോലത്തെ സ്റ്റിക്ക് പോലത്തെ എല്ലാം ഈ സൈഡിൽ വെക്കാവേ. അപ്പം ഇന്ന് ഉപ്പച്ചി ഓർഡർ ചെയ്ത രാത്രിയിൽ തിളങ്ങുന്ന സാധനമൊക്കെ വരും. അപ്പം അതൊക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് നോക്കാം. വൈകുന്നേരമൊക്കെ വരത്തുള്ളായിരിക്കും.
ഏഞ്ചലും കൂടി ഉണ്ടേ. ഇനി കുറച്ച് സ്റ്റിക്കറും കൂടി ഉണ്ട്. അത് പശ പോയതുകൊണ്ട് നമുക്ക് മണ്ടയിൽ സെലോ ടേപ്പ് പൊട്ടിച്ചിട്ട് ഒട്ടിക്കാം. മോതിരം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുമല്ലോ. കുഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.